നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രധാന സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. റോഡിലുരുണ്ട് വ്യത്യസ്തമായ പ്രതിഷേധം. ആനേടി വെള്ളച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെയായിരുന്നു BJP പ്രതിഷേധം. പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച ആരംഭിക്കും. തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും ചന്ത സന്ദർശിച്ചു. പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കാൻ നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. സ്നാനഘട്ടങ്ങളിൽ ആയിരങ്ങൾ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി. അഴീക്കലിൽ കടപ്പുറത്ത് ആയിരങ്ങളാണ് തർപ്പണത്തിനെത്തിയത്. അഴീക്കലിൽ ആയിരങ്ങളാണ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത്. അഴീക്കൽ പൂക്കോട്ട് ദേവീക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറബിക്കടലോരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. പുലർച്ചെ 3:30 മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കടൽ ഭിത്തിയുള്ള പ്രദേശങ്ങളിലും ബലിതർപ്പണത്തിന് പ്രത്യേക സൗകര്യമാണ് ഇവിടെ ക്രമീകരിച്ചിരുന്നത്. ഇതോടൊപ്പം കടലിലും സ്നാനം ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നു. കഴിഞ്ഞ രാത്രി മുതൽക്കു തന്നെ നിരവധി പേർ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയിരുന്നു. ഗതാഗത ക്രമീകരണത്തിന് പോലീസിന്റെ ഉൾപ്പെടെ സേവനങ്ങളും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തഴവ തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ 100 കണക്കിന് പേർ ബലിതർപ്പണത്തിനെത്തി. പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിണ്ടത്തിന്റെ മേലേക്ക് നിങ്ങൾ തൊട്ട് നമസ്കരിക്കുക. തഴവ തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ആയിരങ്ങളാണ് സ്നാനഘട്ടത്തിലെത്തിയത്. പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത്. പിതൃപൂജ, തിലഹവനം എന്നിവ നടത്താനുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കർക്കിടകവാവ് ചടങ്ങുകൾക്ക് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ കർക്കിടക കുർബാനയ്ക്ക് നടക്കുന്ന ബലിതർപ്പണ കർമ്മങ്ങൾ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഴയെ അവഗണിച്ചും ഭക്തജനങ്ങളുടെ ഈ തിരക്കിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അന്നദാനം നല്ല രീതിയിൽ നടക്കുന്നു. ഇനി 9 മണി മുതൽ രാമായണ ക്വിസ് മത്സരമാണ്. അതിൽ എല്ലാ കുട്ടികളും എത്തിച്ചേർന്നിട്ടുണ്ട്. പങ്കെടുക്കാനുള്ള മാതാപിതാക്കളുടെ സഹായത്തിൽ എല്ലാം മംഗളമായിട്ട് ഇതുവരെ നടന്നു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ശുഭനക്ഷത്ര, ശുഭകരണ, ശുഭയോഗ ഏവം സകല ഗുണവിശേഷേണ വിശിഷ്ടായാം പുണ്യതിഥിയോ ദക്ഷിണപ്രദേശേ ശ്രീ പരശുരാമസ്വാമി നിർമ്മിതായ കേരള ഭൂമോ പാവുമ്പ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധൗ അസ്മാക സകുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ഉഭയവംശ വിതുറിൻ ഉദ്ദിശ്യ ദിനതർപ്പണം പിണ്ടപ്രധാന പൂജാംശ ആചാര്യമുഖേന ആദ്യകരിഷ്യേ നമഃ. വലത്തോട്ട് ഈ പുല്ല് വലത്തോട്ട് 3 ആവർത്തിയായിട്ട് മുഖം ഒഴിഞ്ഞ് ഇലയുടെ നടുക്കായിട്ട് വെച്ച് തൊട്ട് പിടിച്ചോളുക. ആചാരത്തോടെ 2 കൈയും ചേർത്ത്. ന്യൂസ് ബ്യൂറോ, തഴവ. പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച ആരംഭിക്കും. തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും ചന്ത സന്ദർശിച്ചു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഒരാഴ്ചയ്ക്കകം നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം.
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ IG ഷിലു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനയചന്ദ്രൻ, കരാറുകാരനായ VPM കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർ എന്നിവരാണ് പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്ത സന്ദർശിച്ചത്. പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. കെട്ടിടങ്ങൾ ബുധനാഴ്ച പൊളിച്ചു തുടങ്ങും. ചെറുതും വലുതുമായ 10 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. പൊളിക്കുന്നതിന് മുന്നോടിയായി ഇവിടെ നിന്ന് മാലിന്യം നീക്കാമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കടകൾ നേരത്തെ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയിരുന്നു. പഴയ കെട്ടിടങ്ങളിലെ കടമുറികൾ ഒഴിയാൻ ഏതാനും വ്യാപാരികൾ വിസമ്മതിച്ചതാണ് പ്രവൃത്തി ഇത്രയും വൈകിച്ചത്. ഇത് ഞങ്ങളങ്ങനെ വ്യാക്കം മാറ്റി പറയുന്നത് ഞങ്ങൾ ഉറപ്പാണ് പറയുന്നത്. കറണ്ട് കൂടെ തരണം. അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് പൊളിക്കാം. അടുത്ത നിങ്ങളുടെ വർക്കിന്റെ അടുത്ത തിങ്കളാഴ്ച, ശനിയാഴ്ച 5 സൺഡേ ഇല്ല. നിങ്ങൾ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ വരും. മാഡം ഞങ്ങൾ ആരും കാണാം. കെട്ടിടം പൊളിക്കാൻ നേരത്തെ പലതവണ തുനിഞ്ഞെങ്കിലും വ്യാപാരികളുടെ എതിർപ്പ് മൂലം കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ കടയൊഴിയാൻ നഗരസഭാ അധികൃതർ വ്യാപാരികൾക്ക് കഴിഞ്ഞ 5-ാം തീയതി വരെ സമയം നൽകി. തുടർന്ന് കടകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 5.65 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം. 21,000 ചതുരശ്ര അടിയിൽ നൂതന സംവിധാനങ്ങളോടെയാണ് പുനരുദ്ധാരണം. 2025 ഡിസംബർ 31-നാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലാവധി. കെട്ടിടം പൊളിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്തയാഴ്ചയോടെ നിർമ്മാണം ആരംഭിക്കുമെന്നും നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. പലതവണ ഇവിടുത്തെ കച്ചവടക്കാരുമായിട്ട് സംസാരിക്കുകയും ബഹുമാനപ്പെട്ട ചെയർപേഴ്സണുമായിട്ട് സംസാരിക്കുകയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പകരം സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടവും പകരം ഷെഡ് കെട്ടുന്നതിനുള്ള സൗകര്യം അറിയുകയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു 3 ദിവസത്തിനകം മാറണം എന്ന് പറഞ്ഞത്. പിന്നെ മഴ ആയതുകൊണ്ട് വീണ്ടും 1 മാസം സമയം കൊടുത്തു. 24 മണിക്കൂറിനകം മാറണമെന്ന് കാണിച്ച് വീണ്ടും നോട്ടീസ് കൊടുത്തു. പക്ഷേ ഇതുവരെയും ഈ കച്ചവടക്കാർ ഇവിടുന്ന് മാറാൻ തയ്യാറായിട്ടില്ല. ഈ ഫെബ്രുവരിയോടുകൂടി നഗരസഭയുമായിട്ട് വെച്ച എഗ്രിമെൻറ്റിൻ്റെ കാലാവധിയും അവസാനിച്ചിട്ടുണ്ട്. ഈ ഫെബ്രുവരിക്ക് ശേഷം നഗരസഭയിൽ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല, വാടക അടയ്ക്കുന്നില്ല. അപ്പോൾ ഏത് നിമിഷം അവരെ ഒഴിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതേസമയം പുനലൂരിനൊപ്പം നടപടികൾ ആരംഭിച്ച അഞ്ചലിലും കൊട്ടാരക്കരയിലും മാസങ്ങളായി നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുസാവരി ബംഗ്ലാവ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്താണ് പുനലൂരിൽ മുസാവരി ബംഗ്ലാവിന്റെ നിർമ്മാണം നടക്കുന്നത്. പുനലൂർ തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ മുസാവരി ബംഗ്ലാവിന്റെ നിർമ്മാണം നടന്നിരുന്നു. തൂക്കുപാലത്തിന്റെ നിർമ്മാണ സമയത്ത് എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ളവർക്ക് താമസിക്കാനായി നിർമ്മിച്ച കെട്ടിടമാണ് പുനലൂരിലെ മുസാവരി ബംഗ്ലാവ്. ഇവിടെ താമസിക്കുന്നവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ 5 അടിയോളം ഉയരത്തിൽ കൂറ്റൻ തൂണുകൾ ഉണ്ടാക്കി അടിത്തറ ഉയർത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നിരവധി പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് ഇപ്പോൾ കെട്ടിടം MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചത്. എന്നാൽ നവീകരണം പൂർത്തിയാക്കി മാസങ്ങളായിട്ടും ഇത് തുറന്നു നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. കെട്ടിടത്തിന്റെ പഴമ നഷ്ടപ്പെടാതെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച കെട്ടിടം ശബരിമല സീസണിലും തുറന്നു നൽകിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കനത്ത മഴയിൽ കല്ലട പരപ്പാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി വരെ വ്യാപിച്ചു കിടക്കുന്ന അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത്. കനത്ത മഴയെ തുടർന്നാണ് കല്ലട പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നത്. 101.91 മീറ്ററായാണ് ജലനിരപ്പ് ഉയർന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 100.37 മീറ്ററായിരുന്നു ജലനിരപ്പ്. 115.82 മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിലെ ഷട്ടർ ലെവൽ 106.68 മീറ്ററാണ്. ഷട്ടർ ലെവലിന് മുകളിൽ ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ ഷട്ടറുകൾ തുറക്കേണ്ടി വരൂ. പൊന്മുടി വരെ വ്യാപിച്ചു കിടക്കുന്ന അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ 28 മില്ലിമീറ്റർ മഴ ലഭിച്ചു. അണക്കെട്ടിന്റെ പ്രധാന പോഷക നദിയായ കല്ലടയാറ്റിലാണ് നീരൊഴുക്ക് ബലപ്പെട്ടത്. കരുതുരുട്ടിയാർ അടക്കമുള്ള മറ്റ് പോഷക നദികളിലും താരതമ്യേന
തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു വെള്ളമൊഴുക്കേണ്ട സാഹചര്യം നിലവിലില്ല. കാലവർഷം ശക്തമായി തുടങ്ങിയ കഴിഞ്ഞ 3-ന് അണക്കെട്ടിലെ ജലനിരപ്പ് 99.57 മീറ്റർ ആയിരുന്നു. മുൻവർഷം 98.34 മീറ്റർ ജലനിരപ്പായിരുന്നു ഉണ്ടായിരുന്നത്. 2 മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത്. കിഴക്കൻ മേഖലയിൽ രാത്രിയിലാണ് മഴ ശക്തം. അണക്കെട്ടിൽ നിന്നും KSEBയുടെ വൈദ്യുത ഉൽപാദന കേന്ദ്രത്തിലേക്ക് വെള്ളമെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ ശാസ്താംകോണം അയ്യപ്പ ക്ഷേത്രത്തിലെ ചിറ നശിക്കുന്നു. ക്ഷേത്രം ഭരണസമിതി തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. പായലും ചെളിയും നിറഞ്ഞും വശങ്ങളിൽ കാട് കയറിയും ഉപയോഗശൂന്യമാകുകയാണ് ചിറ. പായലും ചെളിയും നിറഞ്ഞും വശങ്ങളിൽ കാട് കയറിയും ചിറ ഉപയോഗശൂന്യമാവുകയാണ്. കാട് കയറി നശിക്കുന്നതിനാൽ തന്നെ ഇഴജന്തുക്കളുടെയും പന്നി പോലുള്ള മൃഗങ്ങളുടെയും ശല്യം ഇവിടെ ഏറെയാണ്. ഇത് പരിസരത്തെ വീടുകളിലുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വർഷങ്ങൾ കൊണ്ട് ചിറയുടെ സ്ഥിതി ഇതാണ്. എന്നാൽ ചിറയ്ക്കാവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ ഉപയോഗപ്രദമാക്കാനോ ക്ഷേത്ര ഭാരവാഹികൾ ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചിറയുടെ സംരക്ഷണ ഭിത്തി ഏതു നേരവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ്. ചിറയിലേക്ക് ഇറങ്ങുന്ന പടികളും തകർന്നു കിടക്കുന്നു. ചിറയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉപയോഗയോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. AITCയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു. ഏരൂർ ഓയിൽ പാം എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസാണ് ഉപരോധിച്ചത്. AITC തൊഴിലാളിയെ ജീവനക്കാരും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഏരൂർ ഓയിൽ പാം എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസാണ് AITCയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. AITC തൊഴിലാളിയെ മറ്റൊരു ജീവനക്കാരനും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. മർദ്ദനത്തിൽ AITC തൊഴിലാളിയായ ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ബിജുവിനെ മർദ്ദിച്ചത് തോട്ടം തൊഴിലാളി ഷൈജുവും ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാറും ചേർന്നാണെന്നും ഷൈജുവിനെതിരെ നിയമ നടപടിയെടുക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി S. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓയിൽ പാമിലെ തൊഴിലാളിക്ക് സുരക്ഷിതമായി ഇവിടെ ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ടാകും. അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ, നടപടികൾ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും അതിനെ ചെറുക്കുക എന്നുള്ളത് AITCയുടെ കടമയാണ്. ഇവിടെ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കലാകാരൻ സൂചിപ്പിച്ചതുപോലെ AITCക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സഖാവാണ്. ആ സഖാവിനെയാണ് പുറത്തു നിന്നുള്ള ഒരാളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ദാരുണമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അടികൊണ്ട് ആ സഖാവ് കാട്ടിനുള്ളിൽ കിടക്കുകയായിരുന്നു. എഴുന്നേക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അവസാനം യൂണിയൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കേട്ടറിഞ്ഞ് വാഹനങ്ങളിൽ അവിടെ എത്തി അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആംബുലൻസ് വരുത്തിയാണ് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാകണം. സ്റ്റാഫ് യൂണിയൻ സെക്രട്ടറി G. കലാധരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർമാരായ M. അനൂപ്, S. രതീഷ് കുമാർ, ഷാജി P. ബാബു, ബിബിൻ, ഷാജി, സതീഷ്, ഗോപകുമാർ, മജീഷ്, ജയമോൾ, നജിലിന, ഖലീഫ, സോണി എന്നിവർ നേതൃത്വം നൽകി. എസ്റ്റേറ്റിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച ഷൈജുവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഷേധക്കാർക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ശാസ്താംകോട്ട സിനിമാപറമ്പ് ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഇയാളെ ശാസ്താംകോട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശാസ്താംകോട്ട സിനിമാപറമ്പ് ജംഗ്ഷന് സമീപമാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഭരണിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാളെ ശാസ്താംകോട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിലുരുണ്ട് വ്യത്യസ്തമായ പ്രതിഷേധം. BJP ആനേടി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആനേടി വെള്ളച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം.
ശൂരനാട് ആനയടി വെള്ളച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോഡിലുരുണ്ട് BJP പ്രവർത്തകർ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആനയടി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. BJP കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചിറ്റേടം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജനതാ പാർട്ടി ഇന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും, അത് പഞ്ചായത്തുകളിൽ ഇടതുമുന്നണി ആയാലും വലതുമുന്നണി ആയാലും, അവർ രണ്ടും തോളോട് നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിലേറി എങ്ങനെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം കൂട്ടായ്മയായി ഇന്ന് നമ്മുടെ ഇടത് വലത് മുന്നണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറിക്കഴിഞ്ഞു. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകളായാലും ബ്ലോക്ക് പഞ്ചായത്ത് വെക്കുന്ന റോഡുകളായാലും പഞ്ചായത്തിന്റെ തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന റോഡുകളായാലും ഇതെല്ലാം തന്നെ കാര്യക്ഷമമായി നടപ്പിലാക്കി സാധാരണക്കാരന് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം വലിയ വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനയടി വെള്ളച്ചിറ റോഡ് ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഇതുപോലുള്ള പ്രതിഷേധ സമരം നടത്തുമ്പോൾ കുറച്ച് മെറ്റിൽ കൊണ്ടുവന്ന് നിരത്തിവിടുന്നതല്ലാതെ കാര്യക്ഷമമായി ഇത് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇതിനെ നവീകരിക്കുവാനായിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു വിധമായ നടപടിയും ഉണ്ടാവുന്നില്ല. ഏരിയ പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റലിൽ പോയാൽ കെട്ടിട പിടിഞ്ഞ വേണ്ടി ചാവും, സ്കൂളിൽ പോയാൽ ഒന്ന് പാമ്പ് കടിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് അടിച്ച് ചാവും. ഇങ്ങനെ നമുക്ക് യാതൊരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ യാതൊരു ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് ഒട്ടക്കണക്കിന് വീണ പട്ടിയെ പോലെ ഇവിടുത്തെ പൊതുജനം വലയുകയാണ്. കേരളം എന്തുവാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേദ വലയുകയാണ്. മോഹനൻപിള്ള, BR ശശി, പഞ്ചായത്ത് അംഗം ശാന്തകുമാരി, വിഷ്ണു സോമൻ, അജിത് ആനയടി, മനു മോഹൻ, ശ്യാം ശൂർനാട്, അനിൽ കരിമ്പിൻപുഴ, ശാന്തകുമാർ, തുളസീധരൻ, രാമചന്ദ്രൻ നായർ, ഷിജു ശൂർനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രധാന സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. റോഡിലുരുണ്ട് വ്യത്യസ്തമായ പ്രതിഷേധം. ആനയടി വെള്ളച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെയായിരുന്നു BJP പ്രതിഷേധം. പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച ആരംഭിക്കും. തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും ചന്ത സന്ദർശിച്ചു. പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കാൻ നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.